Welcome to CML Infotech. Today we are talking about DHCP from CCNA. DHCP means Dynamic Host Configuration Protocol, port number 67 and 68 from UDP. DHCP is an application layer protocol, layer 7, to deliver the IP address to their clients. അതായത് എൻഡ് ഡിവൈസിന് അല്ലെങ്കിൽ എഡ്ജ് ഡിവൈസിന് ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് DHCP. ഇപ്പോൾ ഒരു 2 3 അല്ലെങ്കിൽ ഒരു 10 കുറച്ച് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് എഡ്ജ് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് IP ഡിഫൈൻ ചെയ്യാം. ഒരുപാട് ഡിവൈസുകൾ പല ഫ്ലോറുകളിലായിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഒരു സെൻട്രൽ സെർവറിനകത്ത് DHCP കൺഫിഗർ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ സിസ്റ്റവും ആ DHCP സെർവറിൽ നിന്ന് IP എടുത്തോളൂ. അങ്ങനെ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ DHCP സെർവർ ആക്കണം. DHCP സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകൾ ഒരുപാടുണ്ട്. അത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റം ആണ് റെഫർ ചെയ്യുന്നതെങ്കിൽ ആ വിൻഡോസ് സിസ്റ്റത്തിൻ്റെ സെർവർ OS ഉള്ള സിസ്റ്റം ആയിരിക്കണം. ഉദാഹരണത്തിന് വിൻഡോസ് 2003 അതൊരു സെർവർ OS ആണ്. അല്ലെങ്കിൽ വിൻഡോസ് 2012 വിൻഡോസ് 2016 ഇങ്ങനെ സെർവർ കേപ്പബിലിറ്റീസ് ഉള്ള സിസ്റ്റം ആയിരിക്കണം. അതല്ല എങ്കിൽ മറ്റു ആപ്ലിക്കേഷൻസ്, ഉദാഹരണത്തിന് വൈഫൈ കൺട്രോളർ IP പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവായ IP ഓഫീസ് 500 V2 അല്ലെങ്കിൽ അവായ IP ഓഫീസ് അത് IP ടെലിഫോൺസിന് IP പ്രൊവൈഡ് ചെയ്യും. അതല്ലെങ്കിൽ CUCM സിസ്കോ യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ഓർ UC യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ, അതായത് സിസ്കോയുടെ IP ഫോൺസിന് IP പ്രൊവൈഡ് ചെയ്യുന്ന സെർവർ. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് DHCP സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയ ഒരു ഡിവൈസ് വേണം. റൗട്ടറിനകത്ത് DHCP കോൺഫിഗർ ചെയ്യാം, സ്വിച്ചിനകത്ത് കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ടൂളുകൾ ഉണ്ടാവും. അപ്പം DHCP സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് സിസ്റ്റത്തിനാണോ IP ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ടത് ആ സിസ്റ്റത്തിന് നമ്മൾ ഓട്ടോ IP സെറ്റ് ചെയ്യും. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പം അതൊരു ഡിസ്കവറി ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കും. റിസീവ് ചെയ്ത സെർവർ അതിനൊരു യൂണിക്കാസ്റ്റ് ആയിട്ട് ഒരു ഓഫർ IP ഉണ്ട് എന്നിട്ട് പറയും, എൻ്റെ കയ്യിൽ IP ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് അയക്കും. അത് റിസീവ് ചെയ്ത ക്ലയൻറ്റ് അതിന് വേണ്ടി റിക്വസ്റ്റ് അയക്കും. റിക്വസ്റ്റ് റിസീവ് ചെയ്ത സെർവർ അത് കിട്ടിയെന്നിട്ട് ഒരു അക്നോളജ്മെന്റ് അയക്കും. അതിന് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ IP ഡെലിവറി ചെയ്യും. അതായത് ഇതൊരു ക്ലയൻറ്റ് സെർവർ പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മുടെ ഡയഗ്രാമിനകത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു സ്വിച്ചിനകത്ത് 6 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. 3 എണ്ണം ഒരു VLAN-ലും 3 എണ്ണം അടുത്ത VLAN-ലും. ഓക്കെ, ഇതിൽ ഈ സ്വിച്ചിനെ തന്നെ നമുക്ക് DHCP സെർവർ ആക്കാം. അപ്പം സ്വിച്ചിനെ DHCP സെർവർ ആക്കുമ്പോൾ ഈ സ്വിച്ചിനകത്ത് നമ്മൾ DHCP സെറ്റിങ്സ് ചെയ്യണം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, VLAN 10-നെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു DHCP കൺഫിഗർ ചെയ്യാം. അപ്പം ഇതിനകത്ത് എപ്പോഴും DHCP കോൺഫിഗർ ചെയ്യുമ്പം നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് IP റിസർവ് ചെയ്ത് വെക്കും. റിസർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ചില ഡിവൈസുകൾക്ക് സ്റ്റാറ്റിക് ആയിട്ട് IP കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പം സാധാരണ IPയുടെ തുടക്കത്തിലുള്ള കുറച്ച് IP നമ്മൾ റിസർവ് ചെയ്ത് വെക്കും. ഉദാഹരണത്തിന് IP 1 മുതൽ 10 വരെ. ഇപ്പം നമ്മൾ ഈ ഡിസൈൻ നോക്കുവാണെങ്കിൽ 10.1.10.0 അതാണ് നെറ്റ്വർക്ക്. ലെറ്റ്സ് ചെയ്ത് 10.1.10.0 നെറ്റ്വർക്ക്. ഇതിൽ നമുക്ക് സ്വിച്ചിൻ്റെ IP ലെറ്റ്സ് സേ 10.1.10.1 അത് നമുക്ക് ഗേറ്റ് വേ ആയിട്ട് കൊടുക്കാം. ഗേറ്റ് വേ എന്ന് പറയുമ്പം സ്വിച്ചിൻ്റെ IP VLAN 10-ന് വേണ്ടിയിട്ട്.
ഗേറ്റ്വേ. എന്നിട്ട് റിസർവ്ഡ് IP 10.1.10.1 to 10.1.10.10 വരെ റിസർവ് ചെയ്ത് വയ്ക്കാം. സോ ക്ലയൻറ്റിന് കിട്ടുന്ന IP 10.1.10.11 മുതൽ അങ്ങോട്ടുള്ള IP അത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് റിസർവ് ചെയ്ത് വെക്കാം. അപ്പോൾ DHCP കോൺഫിഗർ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് DHCP സർവീസ് ഡിസേബിൾ ആയിരിക്കും. നമ്മതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് DHCP എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. അത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി നോ, അത് റൗട്ടർ ആണെങ്കിലും ശരി സ്വിച്ച് ആണെങ്കിലും ശരി. പിന്നെ നമ്മൾ IP എക്സ്ക്ലൂഡ് ചെയ്യണം, അതായത് റിസർവ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് IP DHCP എക്സ്ക്ലൂഡഡ് അഡ്രസ് 192.168.10.1 മുതൽ 10.9 വരെ. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള IP റിസർവ് ചെയ്ത് വെച്ചു. ഈ 192 എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഏത് റേഞ്ച് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഒരു സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് ആ സിംഗിൾ ഡിജിറ്റ് മാത്രമായിട്ട് റിസർവ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളൊരു പൂൾ ഉണ്ടാക്കണം. അതിന് IP DHCP പൂൾ ഡേറ്റ എന്ന് പറയുന്നത് പൂൾ നെയിമാണ്. ഈ ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സർവീസിന് വേണ്ടിയിട്ടാണോ DHCP കോൺഫിഗർ ചെയ്യുന്നത് ആ സർവീസിന്റെ പേര്. ഒന്നിൽ കൂടുതൽ സർവീസുകൾ, ഒന്നിൽ കൂടുതൽ നമുക്ക് പൂളുകൾ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കോമൺ ക്രൈറ്റീരിയസ് പറയും. നമുക്കത് നോക്കാം എന്താന്നുള്ളത്. ഉദാഹരണത്തിന് നെറ്റ്വർക്ക് പറയണം, ഗേറ്റ്വേ പറയണം, DNS വേണമെങ്കിൽ പറയാം, ഡൊമെയിൻ നെയിം വേണമെങ്കിൽ പറയാം, പിന്നെ ലീസ് പീരിയഡ്. ലീസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് ഒരു IP എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം വരെ ആ IP അതേപോലെ നിൽക്കണം. അപ്പം നമ്മളിപ്പോൾ ലെറ്റ്സ് ഒരു 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ IP രണ്ടാമതും റിഫ്രഷ് ചെയ്യും. അത് തന്നെ കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കും, അല്ലെങ്കിൽ പുതിയ IP സെർച്ച് ചെയ്യും. പിന്നെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനാണ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പം അതിന് കുറേ കോഡ് ഉണ്ട്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ കോഡ്. അപ്പം ഞാൻ ഓപ്ഷൻ 150 എന്ന് പറഞ്ഞാൽ TFTP സെർവറിൻ്റെ IP. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. മിനിമം കോൺഫിഗറേഷൻ കൊടുത്തിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ഇതെൻ്റെ സ്വിച്ച്. ഓക്കെ, ഇവിടെ 1, 2, 3 സിസ്റ്റം ഉണ്ട്. ഈ 3 സിസ്റ്റത്തിന് ഒരു IP നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ലെറ്റ്സ് സേ 10.1.10.0 നെറ്റ്വർക്ക് VLAN 10, 10.1.10.1 ഗേറ്റ്വേ, പിന്നെ റിസർവ്ഡ് IP 10.1.10.1 to 10.1.10.10. അപ്പം എൻ്റെ ഈ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ IP 10.11 ആയിരിക്കണം. ഇത് 10.12, ഇത് 10.13. ഇതിൻ്റെ VLAN നെയിം എന്താണെന്നുള്ളത് നോക്കാം. ലെറ്റ്സ് സേ VLAN നെയിം ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂൾ നെയിമും ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. DHCP പൂൾ ടെസ്റ്റ്. ഓക്കെ, DHCP പൂൾ നെയിം ടെസ്റ്റ്. പിന്നെ നെറ്റ്വർക്ക്, പിന്നെ അതിൻ്റെ ഗേറ്റ്വേ. ഡൊമെയിൻ നെയിം വേണമെങ്കിൽ കൊടുക്കാം, DNS വേണമെങ്കിൽ കൊടുക്കാം. അതോടൊപ്പം നമ്മൾ റിസർവ്ഡ് അഡ്രസ്സും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിസ്റ്റത്തിന് IP ഉണ്ടോ എന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് സേ അപ്പോൾ നമുക്കിവിടെ PC0, ഞാൻ PC0 കകത്ത് കയറാം.
PC0 IP configuration. ഇതിനകത്ത് നമ്മൾ DHCP കൊടുത്തിരിക്കുന്നത് 169.254 എന്ന് പറയുന്ന ക്ലാസ് ബി IP ആണ് എടുത്തിരിക്കുന്നത്. ഈ IP വിളിക്കുന്ന പേരാണ് അപീപ, ഓട്ടോമാറ്റിക് പ്രൈവറ്റ് IP അഡ്രസ്. അതായത് നമ്മൾ മാനുവലി IP കൊടുത്തിട്ടില്ല, DHCP വഴി IP എടുക്കാൻ പറ്റിയില്ല, DHCP ഫെയിൽഡ് ആയി, അപ്പോൾ എടുക്കുന്ന IP ആണ് അപീപ. അപ്പം ഇതിനകത്ത് DHCP കോൺഫിഗർ ചെയ്തിട്ടില്ല, അപ്പൊ നമുക്ക് സ്വിച്ചിനകത്ത് DHCP കോൺഫിഗർ ചെയ്യാം. So let's say ഇതാണ് നമ്മുടെ സ്വിച്ച് 1 ക്ലിക്ക് ചെയ്യാം. സ്വിച്ച് 1 show IP DHCP ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും IP DHCP വഴി എടുത്തിട്ടുണ്ടോ. പൂൾ ഷോ IP DHCP പൂൾ, ഏതെങ്കിലും പൂള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇല്ല. ഷോ റണ്ണിങ് കോൺഫിഗറേഷൻ കാണാൻ വേണ്ടി. ഇവിടെ എവിടെയും നമുക്ക് DHCP ഇല്ല. ഷോ IP DHCP പൂൾ എന്നടിക്കുമ്പോൾ തന്നെ DHCP IP ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. കോൺഫിഗ് T IP DHCP പൂൾ, ലെറ്റ്സ് സേ ടെസ്റ്റ്. അപ്പം നമ്മൾ DHCPക്കകത്ത് കയറി. ദെൻ നെറ്റ്വർക്ക് 10.1.10.0. പിന്നെ നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് സബ്നെറ്റ് മാസ്കും കൂടെ പറയണം. ഇത് നമ്മൾ 10 ക്ലാസ് എ ആണെങ്കിലും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സബ്നെറ്റഡ് വാല്യൂ ആണ്, 255.255.250. പിന്നെ ഡിഫോൾട്ട് റൗട്ടർ, അതായത് ഗേറ്റ് വേ, സ്വിച്ചിൻ്റെ IP 10. സ്വിച്ചിൻ്റെ IP ഏതാ നോക്കാൻ വേണ്ടി ഡു ഷോ IP INT ബ്രീഫ്. 10.1.10.1 ആണ് VLAN 10ന്റെ IP. അപ്പോൾ ഡിഫോൾട്ട് റൗട്ടർ 10.1.10.1. അപ്പം 10.1.10.1 കോൺഫിഗർ ചെയ്തു. മിനിമം ഇത്ര മതി. പിന്നെ DNS വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഡൊമെയിൻ നെയിം എക്സാമ്പിൾ CML Infotech, അതാ കമ്പനിയുടെ ഡൊമെയിൻ നെയിം. DNS സെർവർ, ഇപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു DNS IP അറിയില്ലെങ്കിൽ പബ്ലിക് DNS കൊടുക്കാം, 8.8.8.8 എക്സിറ്റ്. പിന്നെ IP DHCP എക്സ്ക്ലൂഡഡ് അഡ്രസ് 10.1.10.1 മുതൽ 10.1.10.10 വരെ എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചു. ഡു ഷോ റൺ. 10.1.10.1 മുതൽ 10.1.10.10 വരെ സേവ് ചെയ്തു. DHCP ടെസ്റ്റ് എന്ന് പറയുന്ന പൂള് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ നെറ്റ്വർക്ക് ഇതാണ്, ഡിഫോൾട്ട് ഗേറ്റ് വേ ഇതാണ്, DNS 8.8.8 CML Infotech ഡൊമെയിൻ നെയിം. ഇത്രയും കൊടുത്തു. ഇനി ഇതിൻ്റെ DHCP സർവീസ് എനേബിൾ ചെയ്യണം. സർവീസ് DHCP ബൈ ഡിഫോൾട്ട് ആയിട്ട് DHCP സർവീസ് എനേബിൾ ആയിരിക്കില്ല. ഓക്കെ, റൈറ്റ് മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടി. ഇനി ഷോ IP DHCP പൂൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പൂള് കാണാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ പറയുന്നുണ്ട് ലീസ്റ്റ് അഡ്രസ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത IP 3 IP ഓൾറെഡി ലീസ് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ടോട്ടൽ IP 254. ഷോ IP DHCP ബൈൻഡിങ് ഏതൊക്കെയാണെന്നത് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 10. ഇത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് എടുത്ത IP ആണ്. ക്ലിയർ IP DHCP ഷോ IP DHCP ബൈൻഡിങ്. ഇത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് സിസ്റ്റം എടുത്ത IP ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് നമ്മൾ സ്റ്റാറ്റിക് കൊടുത്തു, രണ്ടാമതും DHCP ആയി കാണുന്നുണ്ട്. 10.1.10.11 ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള IP. പക്ഷേ സിസ്റ്റം ഷെയർ. അപ്പോൾ നമുക്ക് ഈ PC1 നോക്കാം. ഡെസ്ക്ടോപ്പ് ഇത് 10.1.10.3 ആണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം എക്സ്ക്ലൂഡ് ചെയ്യാണ്ട്
DHCP പൂള് ക്രിയേറ്റ് ചെയ്ത് സർവീസ് DHCP എനേബിളും ആയിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ഇട്ടു, വീണ്ടും DHCP ഇടുക. 10.1.10.12 വന്നു സെക്കൻഡ് സിസ്റ്റം. ഇനി നമ്മൾ മൂന്നാമത്തെ സിസ്റ്റത്തിലേക്ക് പോവാം. ഈ സിസ്റ്റം PC2 ക്ലിക്ക് ചെയ്തു. ഡെസ്ക്ടോപ്പ് IP config. ഇത് മുൻപെടുത്ത IP ആണ്. സ്റ്റാറ്റിക് കൊടുത്ത് വീണ്ടും DHCP 10.1.10.3 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇത് ശരിക്കുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ്, അതായത് ഓൾറെഡി സിസ്റ്റം ഒരു IP എടുത്തു, നമ്മൾ ആ IP മാറ്റണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ശരിക്കുള്ള കമ്പ്യൂട്ടറിനാണെങ്കിൽ ഡോസ് പോയിട്ട് IP config /release എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി എന്ത് IP ഉണ്ടോ അത് പോകും. ഇനിയിപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിന് സ്റ്റാറ്റിക് ആയിട്ടാണ് IP ഡിഫൈൻ ചെയ്തതെങ്കിൽ അത് ഒപ്റ്റെയിൻ ആക്കണം. ഓൾറെഡി ഒപ്റ്റെയിൻ ആണ്, മറ്റേതോ IP ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ IP config റിലീസ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ള IP പോകും. എന്നിട്ട് IP config /renew കൊടുക്കുക. അപ്പം നമ്മുടെ പുതിയ IP വരും. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഡിസൈനകത്ത് നോക്കിയാൽ സ്വിച്ച് എടുക്കുക. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP മാറി. 10.1.10.11 12 13 ആയി. നമുക്ക് ഇതേ സ്വിച്ചിൽ തന്നെ ഷോ VLAN അടിച്ചാൽ നമുക്ക് വേറൊരു VLAN ഉണ്ട്. അത് VLAN 20. ഓക്കെ, ഞാനതിൻ്റെ പേര് മാറ്റാം. VLAN 10 നെയിം എക്സിറ്റ്. VLAN നമ്മൾ പേര് തിരിച്ചാണ് കൊടുത്തിരുന്നത്. VLAN 20 നെയിം ഡേറ്റ 10 നെയിം ടെസ്റ്റ് ഷോ VLAN. ഓക്കെ, നമ്മുടെ VLAN 10 എന്ന് പറയുന്നത് ടെസ്റ്റും VLAN 20 എന്ന് പറയുന്നത് ഡാറ്റയും. നമ്മുടെ അടുത്തുള്ള DHCP എന്ന് പറയുന്നത് പൂള് ടെസ്റ്റ്. ഇത് 10.1.10 നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്. നമുക്കതുപോലെ VLAN 20 ഉണ്ട്, ഡേറ്റ. ഈ VLAN 20 എന്ന് പറയുന്നത് ഷോ IP INT ബ്രീഫ്. VLAN 20 എന്ന് പറയുന്നത് 10.1.20 റേഞ്ചിലെ സിസ്റ്റമാണ്. അതിൽ നമുക്ക് 3 സിസ്റ്റം ഉണ്ട്. ഇത് ടെസ്റ്റ്, നെയിം ടെസ്റ്റ്. നമുക്ക് VLAN 20യിൽ 3 കമ്പ്യൂട്ടർ ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഈ സിസ്റ്റത്തിൻ്റെ IP ഏതാ നോക്കാം. PC3 ഡെസ്ക്ടോപ്പ് കണ്ടോ, 169.254 ആണ്. അതായത് DHCP സെർവർ ഇല്ല. അപ്പോൾ നമ്മൾ VLAN 20ക്ക് വേണ്ടിയിട്ട് ഒരു DHCP കോൺഫിഗർ ചെയ്യണം. സെയിം പ്രൊസീജിയർ. സ്വിച്ചിനകത്ത് പോവുക, കോൺഫിഗ്. ഇവിടെ നമുക്ക് IP റിസർവ് ചെയ്ത് വയ്ക്കാം. IP DHCP റിസർവ്ഡ്, IP DHCP എക്സ്ക്ലൂഡഡ് അഡ്രസ് 10.1.20.1 മുതൽ 10.1.20.10 വരെ റിസർവ് ചെയ്തു. IP DHCP പൂൾ VLAN 20. VLAN 20 എന്ന് പറയുന്നത് ഡേറ്റ നെറ്റ്വർക്ക് അഡ്രസ് 10.1.20.0 സബ്നെറ്റ് മാസ്ക് 255.255.255.0 default router 10.1.20.1 DNS public DNS 80. then domain name CML info tech. ഓൾറെഡി ഒരു പ്രാവശ്യം സർവീസ് DHCP കൊടുത്തിട്ടുണ്ട്, അത് മതി. ഷോ IP DHCP ബൈൻഡിങ്
ഷോ റൺ. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് രണ്ട് പൂള് കാണാം. ഒന്ന് ടെസ്റ്റിനും ഒന്ന് ഡേറ്റയ്ക്കും. നമ്മൾ സിസ്റ്റത്തിനെ ഒബ്റ്റെയിൻ IP മാറ്റാം. അത് ഓൾറെഡി എടുത്തു 20.11 കണ്ടോ. 20.11 എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി PC3 വന്നു. ഇപ്പോൾ PC4 നോക്കാം. PC4 20.12 വന്നു. അപ്പം സ്വിച്ചിനകത്ത് കയറിയിട്ട് സ്വിച്ച് കണ്ടോ. ഇവിടെ 10.1 10.1.20 രണ്ട് സിസ്റ്റമിനെ IP കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ സിസ്റ്റം കൂടെ നോക്കാം. അതായത് സിസ്റ്റം 5 ഡെസ്ക്ടോപ്പ്. അത് സ്റ്റാറ്റിക് ആണുള്ളത്. അത് നമ്മൾ മാറ്റിയിട്ട് DHCP ആക്കാം. 10.1.20.13 സിസ്റ്റംസിന് ഓട്ടോമാറ്റിക്കായിട്ട് IP കിട്ടി. ഇനി നിങ്ങൾക്ക് വേറെ സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ വേറെ സ്വിച്ച് ഉണ്ട്, അതിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3560 ഞാനൊരു 2960 ഒരു സ്വിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ ഇവർ തമ്മിലൊരു ക്രോസ് കേബിൾ കണക്ട് ചെയ്തു. അതായത് നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സാമ്പിൾ ഇത് 24, ഇത് 24. ഞാൻ എന്നിട്ട് ഈ രണ്ട് ഇൻ്റർഫേസിനെ ഗേറ്റ് വേ ആക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇത് ട്രങ്കിങ് കോൺഫിഗർ ചെയ്യുക. ഞാൻ എൻ്റെ സ്വിച്ച് 1-നകത്ത് കയറിയിട്ട് enable config interface F0/24 switch port trunk encapsulation.1q switch port mode trunk no shutdown do write. ട്രങ്കിൻ്റെ കോൺഫിഗറേഷൻ ചെയ്തു. ഇനി സ്വിച്ച് ലെറ്റ്സ് ഇതിന് ഞാൻ സ്വിച്ച് 2 എന്നുള്ള പേര് കൊടുക്കാം. സ്വിച്ച് 2-നകത്ത് കയറി ലെറ്റ്സ് സേ സ്വിച്ച് 2 enable config host name switch 2 interface F0/24 switch port mode trunk no shut trunk aidu VLAN 10 name test exit VLAN 20 name data interface range F0/1 ആദ്യത്തെ രണ്ട് പോർട്ട് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 എക്സിറ്റ്. ഇതേപോലെ 3-4 സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20 നോ ഷട്ട് ഡു റൈറ്റ് ഡു ഷോ VLAN. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ പോർട്ട് നമ്പർ 1, 2, 3, 4 റെസ്പെക്റ്റീവ് VLANലേക്ക് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ രണ്ട് സിസ്റ്റം VLAN 10 കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ DHCP സെർവർ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിസ്റ്റം ഈ DHCPന്ന് IP എടുക്കണം. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ലെറ്റ്സ് സേ രണ്ട് സിസ്റ്റം ഞാനിതിൻ്റെ 1-ലും ഇതിൻ്റെ 2-ലും കണക്ട് ചെയ്യും. ഈ പോർട്ടൊന്ന് അപ്പാവട്ടെ. നമ്മൾ പോർട്ട് ഫാസ്റ്റ് കോൺഫിഗർ ചെയ്ത പോർട്ട് പെട്ടെന്ന് അപ്പാവും.
നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് കയറി PC6 ഡെസ്ക്ടോപ്പ് DHCP IP കൊടുക്കുക. കണ്ടോ 10.1.10.14 IP എടുത്തു. ഇനി ഈ സിസ്റ്റം PC7 PC7 ഡെസ്ക്ടോപ്പ് പോയി DHCP കൊടുക്കുക 10.1.10.15. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് IP എടുത്തു. IP എടുക്കാനുള്ള കാരണം ഇത് VLAN 10-ലാണ്. ഇതിൻ്റെ ഗേറ്റ് വേ സെയിം സ്വിച്ചാണ്. നമുക്ക് ഈ സ്വിച്ചിനകത്ത് കയറി നോക്കാം. സ്വിച്ച് 1-നകത്ത് സ്വിച്ച് 1 ഷോ VLAN, ഷോ IP DHCP ബൈൻഡിങ്. 11, 12, 13 പ്ലസ് 14, 15. അതായത് DHCP സെർവറിലേക്ക് റീച്ചബിലിറ്റി ക്ലയൻറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് അവർ സെയിം VLAN-നകത്താണെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് IP കിട്ടും. അപ്പം കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമ്മളൊരു സ്വിച്ചിനെയാണ് DHCP സെർവർ ആക്കിയത്. ആ സ്വിച്ചിലേക്ക് ഡയറക്റ്റ് റീച്ചബിലിറ്റി ഉള്ള എല്ലാ ക്ലയൻറ്റിനും ആ സ്വിച്ച് തന്നെ IP കൊടുക്കും. അതല്ലാത്ത സിറ്റുവേഷൻസും വരുന്നുണ്ട്, അത് നമുക്ക് വേറെ ആലോചിക്കാം. ഓക്കെ, സോ ഇവിടെ ഇതിനകത്ത് നമ്മൾ കുറച്ച് കമാൻഡ്സുകളൊക്കെ പറഞ്ഞത്. നമ്മൾ ഡൊമെയിൻ നെയിം ഉണ്ടാക്കി. ഇതിനോട് കുറച്ച് ഷോ കമാൻഡ്സ് പറയുന്നുണ്ട്. ഷോ IP DHCP ബൈൻഡിങ്, പിന്നെ ഷോ IP DHCP പൂൾ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും IP ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടി ഇവിടെ അതിന് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനി ഡൗട്ട്? DHCP റിലേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് എടുക്കാം. ആദ്യം നമ്മൾ DHCP കോൺഫിഗറേഷൻ ട്രൈ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ലാബ്. VLAN 10-ഉം VLAN 20-യും. ഇതിൻ്റെ ലാബിൻ്റെ കൺഫിഗറേഷനും ഡോക്യുമെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ അയച്ചു തരാം. ഓക്കെ, so hope you understood the session. So let us know if you have any concern about the DHCP.